ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പലരുടെയും ഇടയിലുള്ള ഒരു സംശയമാണ് മുടി കൊഴിച്ചിൽ. അതായത് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്, പോയ മുടി തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് ഒത്തിരി ട്രീറ്റ്മെന്റ് ഉണ്ട് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട്. ലൈക്ക് PRP, മീസോതെറാപ്പി, അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. അതാണ് മൈക്രോ നീഡ്ലിംഗ്. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ തന്ന് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈക്രോ നീഡ്ലിംഗ് എന്താണ് എന്ന് നോക്കാം. മൈക്രോ നീഡ്ലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെർമ റോളർ അല്ലെങ്കിൽ ഡെർമ പെൻ, ഇതിനെയാണ് നമ്മൾ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോയ മുടികൾ പുതിയ ഹെയർസ് വരാനും, അതുപോലെ തന്നെ ഇപ്പൊ ചിലർ നമുക്ക് കാണലുണ്ട് ലൈക്ക് ചെറുതായിട്ട് നെറ്റി കയറിയ ആ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ ഹെയർസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെർമ റോളർ എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പാക്കിങ്ങിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉള്ളിലും ജസ്റ്റ് ആ ഒരു പിൻ പോയിന്റ്സിനെ കവർ ചെയ്ത് ഒരു പാക്കിംഗ് ഉണ്ടാവും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഫുൾ പിൻ പോയിന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മളിവിടെ സ്കാൽപ്പിൽ റോൾ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു സൈസസ് നമുക്ക് ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് 0.25 ആണ്. 0.25 ഉണ്ട്, 0.5, 1 mm ഉണ്ട്, 1.5 mm ഉണ്ട്, 2 mm ഉണ്ട്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്കാൽപ്പിൽ അഡ്വൈസബിൾ ആയിട്ടുള്ളത് 1 mm to 1.5 mm ആണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും സേഫ് ആൻഡ് നല്ലത്, റിസൾട്ട് കിട്ടാനും നല്ലത് ആ ഒരു സൈസ് തന്നെയാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ഡിറക്ഷനിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. വെർട്ടിക്കലി, ഹൊറിസോണ്ടലി ആൻഡ് ഡയഗണലി. ഈ ഒരു ഡിറക്ഷൻ ഫോളോ ചെയ്ത് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 5 to 6 സെറ്റിംഗ്സ് എങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് കണ്ടുവരുള്ളൂ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്കാൽപ്പ് മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്യാം. ശേഷം ഹെയർ ഒന്ന് ഡ്രൈ ആക്കുക. അതിനുശേഷം നമുക്ക് റോളർ ഡയറക്റ്റ് ആയിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഡിറക്ഷനിൽ വേണം ചെയ്യാൻ. വെർട്ടിക്കലി, ഹൊറിസോണ്ടലി ആൻഡ് ഡയഗണലി. ഈ 3 ഡിറക്ഷനിൽ വേണം ചെയ്യാനായിട്ട്. ഇത് ഡെർമ റോളറിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് 3 ഡിറക്ഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ ഡെർമ റോളർ നമ്മൾ ശ്രദ്ധിക്കാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഷോർട്ട് ഹെയർ ഉള്ളവരാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ആ ഹെയറിന്റെ നമ്മൾ ഏത് ഭാഗത്താണോ റോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തെ ഹെയർ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കാം. അതായിരിക്കും നല്ലത്. റോളർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് തരുന്നത് എന്നുള്ളത് പലരുടെ ഇടയിലുള്ള ഒരു സംശയമാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജസ്റ്റ് റോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്യും. ചെറിയ പ്രഷർ, അതായത് നമ്മുടെ ആ ഒരു പിൻ പോയിന്റ് നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് പെനിട്രേറ്റ് ആവണം. ആ ഒരു രീതിയിൽ മാത്രമേ പ്രഷർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം കുറെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒരു പ്രഷർ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അതൊന്ന് പെനിട്രേറ്റ് ആവാനായിട്ടുള്ള ആ ഒരു പ്രഷർ മാത്രം. ആ ഒരു സമയത്ത് അവിടെ ചെറിയ ഒരു ബ്ലീഡിങ് ഉണ്ടാവും. ആ ബ്ലീഡിങ് അവിടെ ഉണ്ടാവുമ്പോഴത്തേക്കും അവിടുത്തെ പ്ലേറ്റ്ലെറ്റ് ഓൾറെഡി അട്രാക്ട് ആവും. അട്രാക്ട് ആവുക മാത്രമല്ല, ഹീലിംഗിന്റെ ഭാഗമായിട്ട് അവിടെ കൊലാജൻ, സൈറ്റോകൈൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ അവിടെ ഫോം ചെയ്യും, പ്രസന്റ് ആവുമ്പോഴത്തേക്കും നമ്മുടെ മുടി വളർച്ച അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ഇതൊരു 5-6 ടൈംസ് എങ്കിലും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു റോളർ നമുക്ക് മെയിൽസിനും ഫീമെയിൽസിനും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ PRP കഴിഞ്ഞവർക്കും റോളർ യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ റോളർ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതായത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണിങ് വാട്ടറിൽ തന്നെ വാഷ് ഓഫ് ചെയ്യുക റോളറിന്റെ അറ്റം. അതുപോലെ തന്നെ അതിനുശേഷം എന്താ പറയാ സ്പിരിറ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതും നല്ലതായിരിക്കും. ഡെർമ റോളറിനെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഡെർമ പെൻ. ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡെർമ പെൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു നീഡിൽ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഫ്രണ്ട് പോർഷൻ അതായത് സെൻസിറ്റീവ് ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് കുറച്ചായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് സ്കിൻ ഉള്ളവരിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലെങ്ത് എപ്പോഴും നീഡിലിന്റെ അഡ്ജസ്റ്റ് ചെയ്തത് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുടി കൂടുതലുള്ളവർക്ക് അതായത് ലോങ് ഹെയർ ഉള്ളവർക്കും പെൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് പൊട്ടിപ്പോവാനായിട്ടുള്ള ആ ഒരു ചാൻസ് വളരെ കുറവായിരിക്കും പെൻ യൂസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെർമ റോളർ അല്ലെങ്കിൽ ഡെർമ പെൻ എല്ലാവരും തന്നെ യൂസ് ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഓരോ പ്രാവശ്യവും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാക്കി ഡെർമ റോളർ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു തവണ യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉടനെ വരില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ 5-6 ടൈംസ് എങ്കിലും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 1 to 2 weeks ഗ്യാപ്പിലായിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.